ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിത്തിരി വ്യത്യസ്തമായ ഒരു ബീട്രൂട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. വെറും 5 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 1/2 കിലോ ബീട്രൂട്ട് വേണം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇവയിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു 2 കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പക്ഷേ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ബട്ടർ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ചധികം നേരം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ 2 മിനിറ്റുകൾക്ക് ശേഷം ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് വേവാൻ ആവശ്യമായ ഉദ്ദേശം 150 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്ത വെള്ളവും കൂടി തിളച്ചു തുടങ്ങിയാൽ പിന്നെ പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഈ ചേർത്ത് കൊടുത്ത വെള്ളം വറ്റി ബീട്രൂട്ട് അടുക്കി പിടിക്കുന്നില്ലെന്നും കൂടി ഉറപ്പുവരുത്തുക. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം ഏകദേശം വറ്റി ബീട്രൂട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂണിൽ വളരെ താഴെ ഏകദേശം 1-2 നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിത് ടേബിൾ സ്പൂണിലാണ് അളന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. അങ്ങനെ ഈ പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തുടരെ ഇളക്കി ഇതിലെ അവശേഷിച്ചിട്ടുള്ള വെള്ളം മുഴുവനും നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തുടരെ ഇളക്കി കൊടുത്ത് നമ്മൾ ആ വെള്ളമെല്ലാം വറ്റിച്ച് ഈ കാണുന്ന രീതിയിലേക്ക് ആ ബീട്രൂട്ട് പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു ബൗളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായി പണ്ടത്തെ സ്റ്റീൽ അടപ്പ് പാത്രം ഉണ്ടല്ലോ, അതുപോലൊരു അടപ്പ് പാത്രം എടുത്താലും മതിയാവും. അപ്പോൾ ഇവിടെ ഈ പുഡിങ്ങിനുള്ള ആദ്യ ലെയർ നമ്മൾ തയ്യാറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറിന് ആവശ്യമായ കസ്റ്റാർഡ് പൗഡർ മിക്സ് അത് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഉദ്ദേശം 100 ml പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് പിന്നീട് നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ചേർത്ത് കൊടുക്കാൻ പാകത്തിന് തയ്യാറാക്കി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഈ കസ്റ്റർഡ് പൗഡർ മിക്സ് കൂടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.25 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 1.25 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 350 ml പാലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം തുടരെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിലെ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇനി അത് പോരാ എന്ന് തോന്നുന്നുവെങ്കിൽ പാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിളക്കുക. ഇവിടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ മൊത്തം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഈ പഞ്ചസാരയൊക്കെ ചേർത്ത് പാല് നല്ലതുപോലെ തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച കസ്റ്റാർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ, അതൊരിക്കൽ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കാനും മറക്കരുത്. കാരണം കസ്റ്റാർഡ് പൗഡർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒന്നാണ്. തീ കൂടിപ്പോയി കഴിഞ്ഞാലും അതുപോലെ പാലിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാൻ താമസിച്ചാൽ തന്നെയും അത് ഈ പാലിൽ നന്നായിട്ട് മിക്സ് ആകുന്നതിന് മുൻപ് തന്നെ കട്ട പിടിച്ചു പോകും. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് പാലുമായി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് തീ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഈ കാണുന്നത് പോലെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ പാകത്തിന് നമുക്കിത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ സ്പാച്ചിലയിലൊക്കെ ഒട്ടി ഒഴുകി ഇറങ്ങുന്ന ഈ രീതിയിൽ വേണം നമുക്ക് ആ കസ്റ്റാർഡ് മിക്സ് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ പുഡിങ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലെ ചൂട് കംപ്ലീറ്റ് മാറുന്നത് വരെ പുറത്ത് തന്നെ വെച്ചേക്കുക. ഇതിലെ ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിനുള്ളിൽ കുറഞ്ഞതൊരു 2-3 മണിക്കൂർ വയ്ക്കുക. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്കത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു കിഡു പുഡിങ്ങാണ് കേട്ടോ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.